Good morning, students. We will continue our discussion on conservation of mechanical energy. നമ്മൾ മെക്കാനിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മെക്കാനിക്സിൽ രണ്ട് തരത്തിലുള്ള എനർജി ആണുള്ളത്. വൺ ഈസ് കൈനറ്റിക് എനർജി, അനദർ ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൽ കൈനറ്റിക് എനർജി എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതുപോലെ വർക്ക് ഡൺ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിനെയാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വർക്ക് കൈനറ്റിക് എനർജി തിയറി എന്താന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഫീൽഡുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദാറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ് ചെയ്യുന്നതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഒരു റൗണ്ട് ട്രിപ്പിൽ, അതായത് എന്ന് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി സീറോ. സച്ച് ഫോഴ്സ് ഫീൽഡ് ഈസ് ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു. അതായത് റൗണ്ട് ട്രിപ്പിൽ ടോട്ടൽ വർക്ക് ഡൺ സീറോ അല്ലെങ്കിൽ സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. റൗണ്ട് ട്രിപ്പിൽ വർക്ക് ഡൺ സീറോ ആയിരിക്കില്ല, അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കില്ല, കൺസർവ് ചെയ്യില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഫോഴ്സ് ഫീൽഡുകളെ നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ആവാനുള്ള കണ്ടീഷന് നമ്മൾ പറഞ്ഞു. ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഷുഡ് ബി സീറോ. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്തു. സ്റ്റോക്സ് തിയറൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. ഡെൽ ക്രോസ് എഫ് സീറോ ആയിരിക്കണം. ഓക്കെ, സോ വർക്ക് കൈനറ്റിക് എനർജിയും പറഞ്ഞു. ബട്ട് നമ്മൾ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് ബൈ ഡിഫൈനിങ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി is measured as the work that a body can do when it is moves from a present position R to a standard position R0. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് R0 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്, അതിനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും യു ഓഫ് ആർ. ആർ എന്ന് പറയുന്ന പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി യു ഓഫ് ആർ ഈക്വൽ ടു എവിടുന്ന് R മുതൽ R0 വരെയുള്ള പോവാൻ എടുക്കുന്ന വർക്ക് ഡൺ. അതായത് ഇന്റഗ്രൽ R ടു R0 എഫ് ഡോട്ട് ഡി ആർ. അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇന്റഗ്രൽ R ടു R0. ഓക്കെ, അല്ലെങ്കിൽ R0 ടു R എഴുതുകയാണെങ്കിൽ ഒരു മൈനസും കൂടി ആഡ് ചെയ്തിട്ടാൽ മതി. സോ യു ഓഫ് ആർ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ R0 ടു R എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ R0 എന്താന്ന് പറഞ്ഞു. അതിന് നമ്മൾ പറയും ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പൊസിഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് എ പൊസിഷൻ വേർ ഫോഴ്സ് ഈസ് സീറോ. ഫോഴ്സ് സീറോ ആവുന്ന പൊസിഷനാണ് സ്റ്റാൻഡേർഡ് പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അങ്ങനത്തെ കേസിൽ ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡിൽ എപ്പോഴാണ് ഫോഴ്സ് സീറോ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഫോഴ്സ് സീറോ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയ സ്റ്റാൻഡേർഡ് പൊസിഷൻ R0 എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം യു ഓഫ് ആർ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, ഇപ്പോൾ ഗ്രാവിറ്റിയുടെ കേസ് ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കേസ് ആയാലും പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി
അറ്റ് എ പൊസിഷൻ ആർ, ആർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി വി ക്യാൻ ഡിഫൈൻ ആസ് ദ വർക്ക് ഡൺ ദാറ്റ് ഹാസ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇൻ മൂവിങ് എ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പൊസിഷൻ. ഇൻഫിനിറ്റിന്ന് ആ പൊസിഷനിലേക്ക് ഒരു പാർട്ടിക്കിളിനെ എത്തിക്കണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണോ അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി. ആ വർക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കും ആ ഫോഴ്സ് ഫീൽഡിൽ. So that is known as potential energy. Okay, so potential energy define ചെയ്തു. Now just check what is work, relation between work and potential energy. Potential energy വർക്കും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. സോ നമുക്കറിയാം ഒരു പോയിന്റ് എ മുതൽ ബി വരെ, അല്ലെങ്കിൽ R1 മുതൽ R2 വരെ, രണ്ട് പൊസിഷൻ R1 R2. ഓക്കെ, അപ്പൊ R1 എനിക്ക് R2ലേക്ക് പോകണം. അതിനുള്ള വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? W ഈക്വൽ ടു ഇൻ്റഗ്രൽ R1 ടു R2 F ഡോട്ട് dr. നമുക്കറിയാവുന്നതാണ്. ഓരോ പൊസിഷനിലും ഫോഴ്സും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി. ഇൻ്റഗ്രൽ R1 ടു R2 F ഡോട്ട് dr, ദാറ്റ് ഇസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം R1 ടു R2. ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, രണ്ട് പാർട്ടാക്കി എഴുതി. R1 മുതൽ R0 വരെയും R1 to R0 F dot dr പ്ലസ് R0 to R2. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. R1 മുതൽ R0 വരെയും R0 മുതൽ R2 വരെയും. ഓക്കെ, വേറെ R0 ഇസ് എ സ്റ്റാൻഡേർഡ് പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനൊന്ന് സ്ലൈറ്റ്ലി ടിൽറ്റ് ചെയ്ത് എഴുതി. അത് ഈ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്ത് വരും, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് R0 to R1 F dot dr മൈനസ് ഓഫ് മൈനസ് ഇൻ്റഗ്രൽ R0 to R2 F dot dr. ഒന്നുമില്ല, ഇതിനെ മാത്രം ഒന്ന് സ്ലൈറ്റ്ലി ലിമിറ്റ് തിരിച്ചെഴുതിയത് മാത്രം. അപ്പോൾ ഒരു നെഗറ്റീവ് സൈന് എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലെനിക്ക് ഈ ടേം എടുത്ത് നോക്കിയാൽ അറിയാം, R0 to R1 F dot dr നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് R1 എന്ന് പറയുന്നത്. സോ അതിനെ ഞാൻ U1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, സോ U1 മൈനസ് U2 എന്ന് എഴുതാൻ പറ്റും. സോ അപ്പം എനിക്ക് എന്ത് കിട്ടി? രണ്ട് പൊസിഷൻ, R1 പൊസിഷനിൽ നിന്ന് R2 പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി U1 മൈനസ് U2 എന്ന് കിട്ടി. Okay, so that is the relation between work and potential energy. Okay. So if you go to the next slide, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വർക്ക് കൈനറ്റിക് എനർജി പ്രിൻസിപ്പിൾ. നമ്മൾ ഷോർട്ട് ഫോമിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ അത് പറയുന്നത് എന്താ വെച്ചാൽ ദ വർക്ക് ഡൺ is equal to change in kinetic energy K2 minus K1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി U1 മൈനസ് U2. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. K2 മൈനസ് K1 ഈക്വൽ ടു U1 മൈനസ് U2. സോ അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? U1 പ്ലസ് K1 ഈക്വൽ ടു U2 പ്ലസ് K2, where U is the kinetic potential energy, K is the kinetic energy. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ടോട്ടൽ എനർജി അറ്റ് എ പൊസിഷൻ 1 R1, റൈറ്റ് സൈഡിൽ ടോട്ടൽ എനർജി അറ്റ് എ പൊസിഷൻ R2. ഓക്കെ, അപ്പോൾ രണ്ട് പൊസിഷനിലും total energy സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നൗ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്തു. ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ U ഓഫ് R എന്ന് പറയുന്ന പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R F ഡോട്ട് dr. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ എഫിനെ കമ്പോണൻറ്റ് വൈസ് എഴുതുകയാണ്. ഓക്കെ,
സോ എനിക്ക് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ് ഇൻറ്റു അതിൻ്റെ വെക്ടർ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെ. സോ എഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ. ഇങ്ങനെ എഴുതാൻ പറ്റും ഫോഴ്സിനെ. അതുപോലെ ഡി ആർ, infinitely small displacement dr equal to dxi plus dyj plus dzk. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്ത് വരും? എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. അതാണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ യു ഓഫ് ആർ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പം ഞാൻ ഈ എക്സ്പ്രഷനെ, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, ജസ്റ്റ് സീ. സോ ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും കൂടി ക്യാൻസൽ ചെയ്തിട്ട് എഫ് എക്സ് മാത്രം വരും, മൈനസ് എഫ് എക്സ് കിട്ടും. ബാക്കി രണ്ട് ടേം സീറോ ആയി പോകും. സിമിലർലി ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് എഫ് വൈ എന്ന് കിട്ടും. ആൻഡ് ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു മൈനസ് എഫ് സെഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സിന് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ എന്നാണ്. സോ അതിന് പകരം ടോട്ടൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് കെ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നോക്കിയാൽ എഴുതാം, ദിസ് ഇസ് എ ഡെൽ ഓപ്പറേറ്റർ. ഓക്കെ, സോ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഡെൽ യു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, മൈനസ് ഡെൽ യു. ഫോഴ്സ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇനി ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷൻ കിട്ടി. സോ now we will go to some other important concept that is known as potential energy curve. Okay, ഇപ്പം നമ്മൾ ഈ മെക്കാനിക്സിൽ ബേസിക്കലി നമ്മൾ എല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ വി ഹാവ് ടു കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അതിന് ബേസിക്കലി വേണ്ടത് എല്ലാ പോയിന്റിലുള്ള ഫോഴ്സുകൾ കിട്ടിയാൽ മതി. ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ അറിയാമെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ്ലി ഡിഫൈൻ ദ സിസ്റ്റം. സോ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ലെങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ, അതാണ് ആക്സിലറേഷൻ. എം എ, എഫ് ഈക്വൽ ടു എം എന്ന് എഴുതിയിരിക്കുന്നത് എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അല്ലെങ്കിൽ എന്താ എഴുതാൻ പറ്റും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എഫ് ബൈ എം എഴുതാൻ പറ്റും. എഫ് ബൈ എം എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. സെയിം. അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് എഫ് ബൈ എം ഈക്വൽ ടു 0. ദിസ് ഇസ് ആൻ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ബേസിക്കലി നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെക്കാനിക്സിലുള്ള മെയിൻ പ്രോബ്ലം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് we can completely describe the motion of the particle. ഈ പാർട്ടിക്കിളിൻ്റെ മോഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് ഏത് പൊസിഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടുന്ന് കിട്ടണതാണ് നമ്മുടെ ന്യൂട്ടൺസ് ഇക്വേഷൻസ് എന്നൊക്കെ പറയും. നമ്മൾ എന്താ പറയുക, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതൊക്കെ എന്താണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് നമുക്ക് സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, നൗ ഇനി ചില ഫോഴ്സ് ഫീൽഡുകൾ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ഫോഴ്സ് ആയിരിക്കില്ല, കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരിക്കില്ല. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് അനലിറ്റിക്കൽ മെത്തേഡ്. ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡിനെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയും. സോ ദർ ഇസ് അനദർ ഗ്രാഫിക്കൽ മെത്തേഡ്, അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വി ആർ കൺസ്ട്രക്ടിങ് എ കർവ് കാൾഡ് പൊട്ടൻഷ്യൽ എനർജി കർവ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓൺലി വൺ ഡയമെൻഷണൽ മോഷൻ.
എക്സ് കമ്പോണൻറ്റിൽ മാത്രം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിങ്ങിൽ വെയിറ്റ് കെട്ടി തൂക്കുക. കെട്ടി തൂക്കിയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീപ്പ് ഓൺ ഓസിലേറ്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. ഓക്കെ, വേറെ ഡയറക്ഷൻ ഒന്നുമില്ല. 2 ഡയമെൻഷണൽ മോഷൻ അല്ല, ദാറ്റ് ഇസ് 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലേക്ക് ഞാൻ ഒരു ജനറൽ കേസിലേക്ക് പോകുന്നില്ല, 2 ഡയമെൻഷണൽ 3 ഡയമെൻഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഓക്കെ, ഒരു 1 ഡയമെൻഷണൽ മോഷൻ മാത്രം. ഓക്കെ, അപ്പോൾ സോ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ്, ദെൻ വേഴ്സസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പല പൊസിഷനിലും എന്തായിരിക്കണം പൊട്ടൻഷ്യൽ എനർജി എന്ന് അറിയാമെങ്കിൽ ഐ ക്യാൻ പ്ലോട്ട് എ പൊട്ടൻഷ്യൽ എനർജി കർവ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 പോയിന്റ് ഉണ്ട്, 2 സ്ഥലങ്ങൾ. ഓക്കെ, മേ ബി പട്ടാമ്പി ആൻഡ് മലപ്പുറം. ഓക്കെ, 2 പോയിന്റ് ആണ്. പട്ടാമ്പിന്ന് മലപ്പുറം വരെ പോകണം. ഓക്കെ, കുറേ കുന്നും മലകളും ഉള്ള ഏരിയ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ചില സ്ഥലത്ത് ഹൈറ്റ് കൂടുതലാണ്, ചില സ്ഥലത്ത് ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കൂടിയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, ഹൈറ്റ് കുറവാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അതൊക്കെ നമുക്കറിയാം. ഓക്കെ, പട്ടാമ്പിന്ന് സ്റ്റാർട്ട് ചെയ്ത് മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് കൂടി വരും. ഓക്കെ, അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ എക്സിന്റെ പൊസിഷനിലും ഇഫ് യു നോ ദ ഹൈറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി അറിയാം. Okay, so you can plot a graph between potential energy and distance. അപ്പോൾ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കർവ് ഉണ്ട്. അപ്പോൾ ഓരോ പൊസിഷനിലും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഞാനിപ്പോൾ ഗ്രാവിറ്റിയാണ്, ഞാനിപ്പോൾ കുന്നും മലയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ കേസ് എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ് പറയുന്നത്. ഗ്രാവിറ്റി മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി, വേറെയും പല കേസുകളും ഉണ്ട്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലൊക്കെ വരാം. അപ്പോൾ അവിടെ കേസ് മാറും. അവിടെ ഇങ്ങനെയല്ല, ഹൈറ്റിനനുസരിച്ചല്ല മാറുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഫ് യു പ്ലോട്ട് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് എക്സ്, നേച്ചർ വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കർവിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയാം. ഇനി എന്താണ് ഈ ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കർവാണ് വരച്ചിരിക്കുന്നത്. So we'll forget about this analytical method. Analytical method കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് പോകുന്നത്. This is more easy. Okay, now just go to the next slide. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തു പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഫോഴ്സ് ഈക്വൽ ടു -del(u), മൈനസ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളെങ്കിൽ ∂u/∂x മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ∂u/∂, ഒറ്റ ഡയമെൻഷൻ മാത്രമേ വെച്ചാൽ ∂u/∂xും du/dxും സെയിം ആണ്. സോ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് -du/dx, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് കിട്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, സപ്പോസ് ഈ പോയിന്റിൽ നിങ്ങൾക്ക് അവിടുത്തെ ഡെറിവേറ്റീവ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർവിന് അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ പോയിന്റിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എനിക്ക് ഡെറിവേറ്റീവ് കിട്ടി. ടാൻജന്റ് വരച്ച് കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓരോ പോയിന്റിലും സ്ലോപ്പ് വരച്ച് നോക്കാം. സ്ലോപ്പ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടാൻജന്റ് വരച്ച് നോക്കാം. ടാൻജന്റ് വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, ഡെറിവേറ്റീവ് കിട്ടി. ഓക്കെ, അതിൻ്റെ നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ് ഫോഴ്സ്. -du/dx ആണ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് അവിടെ ഒരു റെഡ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഓരോ പോയിന്റിലുള്ള ടാൻജന്റ് വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേച്ചർ നമുക്ക് നോക്കാൻ പറ്റും, സ്ലോപ്പിൻ്റെ നേച്ചർ. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുക, പോയിന്റ് ജി മുതൽ പോയിന്റ് എ വരെ, ഈ പോയിന്റ് ജി മുതൽ പോയിന്റ് എ വരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എക്സ് കൂടുന്നതിനനുസരിച്ച്
യു കുറയുകയാണ് ചെയ്യുന്നത്. സോ സ്ലോപ്പ് വിൽ ബി dy by dx അല്ലെങ്കിൽ ഡെൽറ്റ y by ഡെൽറ്റ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്ലോപ്പാണ്. അപ്പൊ ഫോഴ്സ് എന്തായി? ഫോഴ്സ് പോസിറ്റീവായി. ഫോഴ്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് വിൽ ആക്ട് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ജി ടു എയിൽ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക? ഒരു പാർട്ടിക്കിൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, അതായത് ടുവേർഡ്സ് എ എന്നുള്ള പൊസിഷനിലേക്കാണ് അത് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത റീജിയൻ നോക്കുക, എ ടു ബി, എ മുതൽ ബി വരെ. ഓക്കെ, അപ്പൊ ആ പൊസിഷനിൽ നിങ്ങൾ ടാൻജന്റ് വരച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പാണ്. സോ ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് മാറും. ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ്. ഓക്കെ, സോ ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ, ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ. ഇനി തിരിച്ച് അടുത്ത റീജിയൻ നോക്കുക, ബി ടു സി. അഗെയിൻ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്, സോ ഫോഴ്സ് വിൽ ബി പോസിറ്റീവ്, ദാറ്റ് ഈസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് പാർട്ടിക്കിൾ വിൽ മൂവ് ടുവേർഡ് സി. ഓക്കെ, ഇനി അടുത്ത റീജിയൻ സി ടു ഡി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, സോ ഫോഴ്സ് വിൽ ബി നെഗറ്റീവ്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ വന്നിട്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഞാനിതിൽ 4 റീജിയനും ഞാൻ അതിൻ്റെ സ്ലോപ്പുകളൊക്കെ എടുത്തു, അതിൻ്റെ നേച്ചർ പ്രിഡിക്റ്റ് ചെയ്തു. സോ ജി ടു എയിലാണെങ്കിൽ ഫോഴ്സ് റൈറ്റിലേക്ക് ആയിരിക്കും, എ ടു ബി ആണെങ്കിൽ ഫോഴ്സ് നെഗറ്റീവിലേക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ അതായത് ബേസിക്കലി ഇപ്പോൾ ഒരു ഇറക്കമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ എക്സാമ്പിൾ തന്നെ, ഗ്രാവിറ്റിയുടെ എക്സാമ്പിളിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് എ, തിരിച്ച് എയിലെത്തും. ഓക്കെ, അതുപോലെ ഇവിടെയാണെങ്കിലും ഇവിടുന്ന് താഴത്തേക്കാണ് വരിക, ലെഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എയിലേക്ക് എത്തും. അപ്പം അതേപോലെ ഇവിടെയാണ് പാർട്ടിക്കിൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് സിയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ സിനും ഡിനും ഇടയ്ക്കാണ് പാർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ അത് സിയിലേക്ക് വരും. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ നമ്മൾ സൈൻസ് ഒക്കെ പറഞ്ഞു, ഏത് ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, നൗ ഈ ടാൻജന്റ് നമ്മൾ 4 പോയിന്റിൽ ടാൻജന്റ് എ ബി സി ഡി, ഈ 4 പോയിന്റിലും ടാൻജന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഈസ് 0. ഓക്കെ, ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എഫ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ്. സോ അപ്പം എന്തായി? ഫോഴ്സ് 0 ആയിട്ട് മാറി. അപ്പൊ ഈ 4 പോയിന്റിലും എന്താണ്? 4 പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ഫോഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ അത് അവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. അങ്ങനത്തെ പോയിന്റുകളെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കർവ് വരച്ചു. കർവ് വരച്ചിട്ട് അതിൽ എല്ലാ പോയിന്റിലും നമ്മൾ സ്ലോപ്പ് വരച്ചു നോക്കി. സ്ലോപ്പ് വരച്ച് നോക്കിയപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഈ ഒരു കർവിൽ 4 പോയിന്റിലാണ് എനിക്ക് ടാൻജന്റ് 0 ആയിട്ട് കിട്ടിയത്, സ്ലോപ്പ് 0 ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റുകളിലൊക്കെ എന്തായിരിക്കും? ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സ്, അതിൻ്റെ സ്ലോപ്പാണ്, ടാൻജന്റിന്റെ സ്ലോപ്പാണ് മൈനസ്. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിലൊക്കെ ഫോഴ്സ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, അത് ഇളകില്ല, അവിടെ വെച്ചാൽ ഇളകില്ല. Okay, such positions is known as equilibrium positions. ഇനി ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഈ 2 പോയിന്റ് ബി ഡി എന്ന് പറയുന്ന 2 പോയിന്റ് മാത്രം സ്പെസിഫൈ ചെയ്യാണ്. അപ്പോൾ എക്സാക്ട്ലി ബിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എക്സാക്ട്ലി ഡി എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും, ഒരു ഫോഴ്സും ഇല്ല. നേരെ മറിച്ച് സ്ലൈറ്റ്ലി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ,
ലേശം ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ ലേശം റൈറ്റിലേക്കോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് ഉണ്ടാവും. ഒന്നുകിലും അത് ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ എയിലേക്ക് ലെഫ്റ്റിലേക്ക് ഫോഴ്സ് വരും, കുറച്ച് റൈറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റിലേക്ക് ഫോഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് വീഴും. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി ആ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും, 0 ആയിട്ട് നിൽക്കും, അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിയിലും ഇതേ കേസ് വരും. ഓക്കെ, അപ്പോൾ സച്ച് ഇക്വിലിബ്രിയം ഈസ് നോൺ ആസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ആ സ്റ്റേറ്റിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത്രയും ആ പോയിന്റിൽ 0 വെലോസിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും. ഓക്കെ, ഇൻഫിനിറ്റ്ലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ പോലും അത് വീഴും, സ്റ്റേബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 പോയിന്റ് നോക്കാം, എ എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും. ഓക്കെ, അപ്പോൾ എ എന്നൊരു ഇൻഫിനിറ്റ്ലി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. ഓക്കെ, അതായത് ജി എ റീജിയനിലേക്ക് വന്ന ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക്, അഗെയിൻ ദാറ്റ് വിൽ ട്രൈ ടു മൂവ് ടുവേർഡ്സ് എ. നേരെ നിറച്ച് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലും ബി ടു എ ബി റേഞ്ചിൽ പോയി കഴിഞ്ഞാലും അത് തിരിച്ച് എങ്ങോട്ട് വീഴും? ഈ പോയിന്റിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ്ലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും തിരിച്ച് ഈ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയും സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ 2 തരത്തിലുള്ള ഇക്വിലിബ്രിയം പറഞ്ഞു, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഒരു ടൈപ്പും കൂടിയുണ്ട്, ദാറ്റ് ഇസ് കാൾഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അത് ഞാൻ നേരത്തെ വരച്ച കർവിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വേറൊരു പൊട്ടൻഷ്യൽ എനർജി കർവ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അതിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BC റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്ന വെച്ചാൽ ഓക്കെ, കുറച്ച് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നീങ്ങിയാലൊന്നും സംഭവിക്കില്ല, അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും അതിനൊന്നും സംഭവിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ D to E ഈ റീജിയനിലും പാർട്ടിക്കിൾ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേശം നീങ്ങിയാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇക്വിലിബ്രിയത്തിന് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. 3 തരത്തിലുള്ള ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചു, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, നൗ okay, just go back to our old potential energy curve. Okay, ഇനി ഇതെന്ന് പറയുന്നത് ഒരുപാട് നമ്മളെ ഫിസിക്കൽ സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ കർവുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പം ഇതിൽ ഫോർ എക്സാമ്പിൾ ഈ കർവിൽ ഒരു പാർട്ടിക്കിൾ എ എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജീനെ ഞാൻ U0 എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഞാൻ ആ ഒരു പാർട്ടിക്കിളിന് കുറച്ച് എനർജി കൊടുക്കുകയാണ്. ഞാൻ എനർജി കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് അധികം കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് എത്തിയെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഞാൻ പാർട്ടിക്കിളിനെ എത്തിച്ചു. ബൈ സപ്ലൈയിങ് ഞാൻ കുറച്ച് ലിഫ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ ആ പോയിന്റിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ എത്തിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മീൻ പൊസിഷൻ എന്ന്, ഓക്കെ, ദിസ് ഇസ് ദ മീൻ പൊസിഷൻ, ഇതിന് ഞാൻ വേണമെങ്കിൽ X0 എന്ന് വിളിക്കാം. ഓക്കെ, മീൻ പൊസിഷൻ എന്ന് എനിക്ക് കുറച്ച് ലെഫ്റ്റിലേക്ക് നീങ്ങാൻ പറ്റും. നീങ്ങിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, കുറച്ച് എനർജി കൊടുത്താൽ മതി. ദെൻ അവിടുന്ന് നമ്മൾ അതങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രൈ ടു കം ടു ദ പൊസിഷൻ X0, മിനിമം പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരാൻ ശ്രമിക്കും. സോ ബേസിക്കലി എന്ത് സംഭവിച്ചാൽ അതിൻ്റെ സ്പീഡ് കൂടി വരും. ഇപ്പം ഞാനിവിടെ ഒരു റെഡ് പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പോയിന്റിലെത്തുമ്പോൾ അവിടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കുറയും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടി എ എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി, മിനിമം പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഓവർഷൂട്ട് ചെയ്ത് ഏത് വരെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് വരെ പോകും.
അതായത് ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ എനർജി ഈ ഡോട്ടഡ് ലൈൻ ആയിരിക്കും ഈ. ഓക്കെ, അപ്പൊ അതിൽ ഏത് പോയിന്റ് എടുത്താലും ഈ എനർജിയുടെ മേലെ പോവില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പാർട്ടിക്കിള് ഈ പൊട്ടൻഷ്യൽ വെല്ല് ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് ഒരു എക്സ് മൈനസ് ഒരു ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും, റൈറ്റിലേക്ക് ആണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ആ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്ക് കിടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിന് ഒരുപാട് ഫിസിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം ഇങ്ങനത്തെ ഒരു എക്സാമ്പിളാണ്. സിമ്പിൾ പെൻഡുലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവും x0. അതൊന്ന് നമ്മളൊരു ഒരു പർട്ടിക്കുലർ ആംഗിൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടും, പൊട്ടൻഷ്യൽ എനർജി കൂടും. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പൊട്ടൻഷ്യൽ വെൽ. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ നമ്മളൊരു കല്ല് കെട്ടി തൂക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിട്ടു. അപ്പോൾ അതിനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ x0 പ്ലസ് ഡെൽറ്റ എക്സ്, ദെൻ അത് ഓസിലേറ്റ് ചെയ്യും. സോ x0 മൈനസ് ഡെൽറ്റ എക്സ് വരെ പോവും, x0 പ്ലസ് ഡെൽറ്റ എക്സ് അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയും ഒരു പൊട്ടൻഷ്യൽ വെല്ലാണ്. ഇനി കെമിസ്ട്രിക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ഡയാറ്റോമിക് മോളിക്യൂൾ. ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ O2 ഇസ് എ മോളിക്യൂൾ. അപ്പോൾ രണ്ട് ഓക്സിജൻ ആറ്റം സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയാം. ബോണ്ട് ലെങ്ത് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് എന്നല്ല, അതിന് തെർമൽ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും തെർമൽ വൈബ്രേഷൻസ് ഉണ്ടാവും എന്ന് പറയും. ഈ ബോണ്ട് ലെങ്ത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് ആറ്റം അടുത്ത് വരും, ദൂരെ പോവും. അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിൽ ഫോഴ്സ് 0 ആയിരിക്കും. അടുത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺ ക്ലൗഡും അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ അത് റിപ്പൽ ചെയ്യും. അപ്പോൾ തിരിച്ച് ആ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ അപ്പുറത്തേക്ക് അത് സ്ട്രെച്ച് ചെയ്ത് പോകും. സ്ട്രെച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദർ വിൽ ബി എൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അത് തിരിച്ചിങ്ങോട്ട് വരും. സോ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഓസിലേറ്റിംഗ്. സ്ട്രെച്ചിങ്ങും കംപ്രഷനും ഉണ്ടാവും. ഈ ബോണ്ട് ലെങ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് തെർമൽ വൈബ്രേഷൻസ്. ഓക്കെ, സോ കെമിസ്ട്രിയിൽ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ വരുന്നുണ്ട്. എല്ലാം ഇങ്ങനത്തെ. അപ്പോൾ എവരിവെയർ ദിസ് പൊട്ടൻഷ്യൽ വെൽ വിൽ ബി ദർ. ഇനി പൊട്ടൻഷ്യൽ വെല്ലിനെ കുറിച്ച് നമുക്ക് ഞാൻ ഓക്കെ, സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ സിറ്റുവേഷനാണ് പൊട്ടൻഷ്യൽ വെൽ. ഇനി നമ്മൾ ടൈലർ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. ടൈലർ എക്സ്പാൻഷൻ ഒരു എഫ് ഓഫ് എക്സിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എഫ് ഓഫ് x0 പ്ലസ് എന്താ പറയുക ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് x0 ഇൻറ്റു എക്സ് മൈനസ് x0 അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യു ഓഫ് എക്സിനെ നമുക്ക് ടൈലർ എക്സ്പാൻഷൻ വെച്ചിട്ട് ഒരു പോയിന്റിൽ u0 എന്ന് ഒരു x0 എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ യു ഓഫ് എക്സ് ഈക്വൽ ടു u0 പ്ലസ് ഡി യു ബൈ ഡി എക്സ് അറ്റ് x equal to x0 ഒരു പൊസിഷൻ ഇൻറ്റു എക്സ് മൈനസ് x0 പ്ലസ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ അറ്റ് x equal to x0 ഇൻറ്റു എക്സ് മൈനസ് x0 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഡി ക്യൂബ് യു ബൈ ഡി എക്സ് ക്യൂബ് അറ്റ് x equal to x0 ഇൻറ്റു എക്സ് മൈനസ് x0 ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇൻഫിനിറ്റ് ടേംസ് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നോൺ ആസ് ടൈലർ എക്സ്പാൻഷൻ. ഓക്കെ, ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു മാത്തമാറ്റിക്കൽ ടൈലർ എക്സ്പാൻഷൻ മാത്രം എടുത്തിട്ട് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഞാൻ ഇക്വിലിബ്രിയം പൊസിഷനെ ഒറിജിൻ ആക്കി എടുത്തു. അതായത് അതാണ് 0 എന്ന് പറയുന്നത് പൊസിഷൻ. സോ x0 = 0 എന്ന് എടുത്തു. അതുപോലെ ആ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇപ്പോൾ സിമ്പിൾ പെൻഡിലാണെങ്കിൽ ഏറ്റവും താഴത്തെ പോയിന്റിനെ ഞാൻ 0 എന്ന് എടുത്തു. ഓക്കെ, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിനെ ഞാൻ 0 എന്ന് എടുത്തു. അപ്പോൾ ഇത് രണ്ടും ഞാൻ തിരിച്ച് ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ടൈലർ എക്സ്പാൻഷൻ എന്തായി? യു ഓഫ് എക്സ് ഈക്വൽ ടു u0 0 ആയിപ്പോയി ഫസ്റ്റ് ടേം. അപ്പോൾ സെക്കൻഡ് ടേം മുതൽ എഴുതിയാൽ മതി. സെക്കൻഡ് ടേം ഡി യു ബൈ ഡി എക്സ് അറ്റ് 0 ഇൻറ്റു x x0 0 ആയിപ്പോയി പ്ലസ്
d square u by dx square at 0 into x square by 2 factorial plus d cube u by dx cube 0 plus x cube by 3 factorial plus etc. Okay. ഇനി ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേം നോക്കുക. അതെന്താ? du by dx at that equilibrium position. ഏത് പോയിന്റ്? ഞാൻ നേരത്തെ വരച്ച കർവിലുള്ള എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ അവിടെ du by dx എന്തായിരിക്കും? ഒരു ടാൻജന്റ് വരയ്ക്കുക, സ്ലോപ്പ് എടുക്കുക, സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പൊ ഈ എക്സ്പ്രഷനിൽ ഫസ്റ്റ് ടേം എന്തായി മാറി? 0 ആയിട്ട് മാറി. സോ ഓക്കെ, സോ ഫസ്റ്റ് ടേം du by dx 0 ആയി മാറി. സോ അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ത് വരും? u of x equal to സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ മുതലേ വരുള്ളൂ. സോ u of x equal to d square u by dx square at 0 x square by 2 factorial plus d cube u by dx cube 0 plus x cube by 3 factorial plus etc. അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ടേമിനെ d square u by dx square ഞാൻ വെറുതെ ഒരു കോൺസ്റ്റന്റ് k എന്ന് വിളിച്ചു. അതിന്റെ തേർഡ് ഡിഫറൻഷ്യലിനെ k1 എന്ന് വിളിച്ചു. ഫോർത്ത് ഡിഫറൻഷ്യലിനെ k2 എന്ന് വിളിച്ചു. അങ്ങനെ 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 പോവാം. സോ u of x can be written as k into x square by 2 factorial plus k1 into x cube by 3 factorial plus k2 into അങ്ങനെ പോകും x raised to 4 by 4 factorial അങ്ങനെ പോകും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. പൊട്ടൻഷ്യൽ എനർജിന് ടൈലർ എക്സ്പാൻഷൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഫോഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ എനർജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ഫോഴ്സ് കിട്ടും. ഓക്കെ, സോ എഫ് ഈക്വൽ ടു മൈനസ് du by dx. പൊട്ടൻഷ്യൽ എനർജിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ആയി. അപ്പൊ ഈ എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് കെ ഇൻറ്റു എക്സ്. എക്സ് സ്ക്വയറിന്റെ 2x ആണ്. അപ്പൊ 2x ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ kx ആയി, മൈനസ് കെ എക്സ്. മൈനസ് k1 ഇൻറ്റു എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x സ്ക്വയർ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ ഒരു 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി x സ്ക്വയർ ബൈ 2. അപ്പൊ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇനി ഈ രണ്ട് എക്സ്പ്രഷനിലും, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനും ഫോഴ്സിന്റെ എക്സ്പ്രഷനും, അതിൽ k1 k2 k3 ഹയർ ഓർഡർ ടേംസ് ഒക്കെ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ 0 ആണെങ്കിൽ ഈ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, അല്ലെങ്കിൽ യു ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സ്പ്രിങ്ങിലുള്ള ഓസിലേഷൻ, ഓക്കെ, ഹൂക്സ് ലോ, ഇതൊക്കെ ഈ സാധനമാണ്. ദീസ് ആർ എക്സാമ്പിൾ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൽ ഹയർ ഓർഡർ ടേംസ് ഒക്കെ നമുക്ക് ടൈലർ എക്സ്പാൻഷൻ വെച്ച് പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഹയർ ഓർഡർ ടേംസ് ഒക്കെ 0 ആണെങ്കിൽ സച്ച് ഓസിലേഷൻ ഈസ്, ഇതെന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻസ്. ദീസ് ആർ ഹാർമോണിക് ഓസിലേറ്റർ. ഇനി ഹയർ ഓർഡർ ടേംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ k1 k2 ഒന്നും 0 ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺഹാർമോണിക് ഓസിലേറ്റർ ആയിരിക്കും. അത് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ബേസിക്കലി ഇത് മതി. സോ ഇത് ഒരുപാട് കേസിൽ, ഇപ്പം നമ്മൾ മോളിക്കുലർ വൈബ്രേഷൻ ഒക്കെ നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. ചെറിയ കറക്ഷൻ ഉണ്ടായിരിക്കും, ചെറിയ അൺഹാർമോണിക് ടേംസ് കയറി വരും. ഓക്കെ, ഇതെല്ലാം മിക്കവാറും ചിലപ്പോൾ നിങ്ങൾ MSc കെമിസ്ട്രി ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. Okay, so in today's class we discussed about potential energy എന്താന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറഞ്ഞു. ദെൻ ഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കർവ് എന്താന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് യൂസ്ഫുൾനെസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്ന് പറഞ്ഞു. So we will continue our discussion in the next class. Thank you.